കാലവർഷം പടിയിറങ്ങുമ്പോൾ സംസ്ഥാനത്ത് ഇത്തവണ ലഭിച്ചത് 13% കുറവ് മഴയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ കണക്കുകൾ. 2018.6 മില്ലിമീറ്റർ മഴ ലഭിക്കേണ്ട സ്ഥാനത്ത് ലഭിച്ചത് 1752.7 മില്ലിമീറ്റർ മഴയാണ്. സീസണിൽ ഏറ്റവും കൂടുതൽ മഴ കണ്ണൂരും, കുറവ് മഴ ഇടുക്കി, വയനാട്, മലപ്പുറം ജില്ലകളിലുമാണ്. കേരളം ഉൾപ്പെടെയുള്ള തെക്കേ ഇന്ത്യയിൽ ഇത്തവണ തുലാവർഷം 12% വരെ അധികം ലഭിക്കാൻ സാധ്യത എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. 24 എക്സ്ക്ലൂസീവ്. ജൂൺ 1 തുടങ്ങി 122 ദിവസം നീണ്ടുനിന്ന കാലവർഷ കലണ്ടർ ഇന്നലെ അവസാനിച്ചപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ കണക്കുപ്രകാരം കേരളത്തിൽ 13% മഴ കുറവ്. 2018.6 മില്ലിമീറ്റർ മഴ ലഭിക്കേണ്ട സ്ഥാനത്ത് ലഭിച്ചത് 1752.7 മില്ലിമീറ്റർ മഴ. കഴിഞ്ഞ വർഷം കാലവർഷ സീസണിൽ ലഭിച്ചത് 1748.2 മില്ലിമീറ്ററും 2023-ൽ 1326.1 മില്ലിമീറ്റർ മഴയുമാണ് ലഭിച്ചത്. ഏറ്റവും കൂടുതൽ മഴ ലഭിച്ച കണ്ണൂർ ജില്ലയിൽ 2988 മില്ലിമീറ്റർ മഴ രേഖപ്പെടുത്തി. സാധാരണ ലഭിക്കേണ്ടതിന്റെ 14% അധികം. കാസർഗോഡ് ജില്ലയിൽ 2781 മില്ലിമീറ്റർ മഴ ലഭിച്ചെങ്കിലും സാധാരണ ലഭിക്കേണ്ട മഴയേക്കാൾ 2% കുറവ് രേഖപ്പെടുത്തി. ഇടുക്കി, വയനാട്, മലപ്പുറം ജില്ലകളിലാണ് സീസണിൽ ഏറ്റവും കുറവ് മഴ ലഭിച്ചത്. വയനാട് സാധാരണ ലഭിക്കേണ്ടതിൽ നിന്ന് 36% കുറവും, ഇടുക്കിയിൽ 35%, മലപ്പുറത്ത് 27% കുറവ് മഴ രേഖപ്പെടുത്തി. കാലവർഷ കലണ്ടറിൽ പൊതുവെ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്നത് തിരുവനന്തപുരത്താണ്. ഇത്തവണ തിരുവനന്തപുരത്ത് 850 മില്ലിമീറ്റർ മഴ ലഭിച്ചു. സാധാരണ ജില്ലയിൽ ലഭിക്കേണ്ട മഴയേക്കാൾ 1% അധികമാണിത്. കാലവർഷ കലണ്ടറിന്റെ ആരംഭം കണക്കാക്കുന്നത് ജൂൺ 1 മുതലാണെങ്കിലും ഇത്തവണ കാലവർഷം ആരംഭിച്ച മെയ് 24 മുതൽ സെപ്റ്റംബർ 30 വരെയുള്ള കണക്കുപ്രകാരം സംസ്ഥാനത്ത് 2193 മില്ലിമീറ്റർ മഴ ലഭിച്ചു. അതായത് 4% അധികം മഴ. ഔദ്യോഗിക കണക്കുപ്രകാരം ഈ കാലയളവിൽ 6594 മില്ലിമീറ്റർ മഴ ലഭിച്ച കോഴിക്കോട്ടെ കക്കയത്താണ് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മഴ രേഖപ്പെടുത്തിയത്. അതേസമയം രാജ്യത്ത് പൊതുവെ 8% അധിക മൺസൂൺ മഴ ഇത്തവണ ലഭിച്ചതായാണ് കണക്കുകൾ. വരാൻ പോകുന്ന തുലാവർഷവും സാധാരണയിൽ കൂടുതൽ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. കേരളം ഉൾപ്പെടെയുള്ള തെക്കേ ഇന്ത്യയിൽ തുലാവർഷം 12% വരെ അധികം ലഭിക്കാനാണ് സാധ്യത. അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.